2 ദിവസത്തെ പ്രചാരണത്തിനായി കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി ഇപ്പോൾ ആലപ്പുഴയിലെ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. 72,000 rupees. 72,000 രൂപ അതാണ് മറുപടി എന്ന് നൽകാൻ സാധിക്കുമെന്നതിന്റെ മറുപടി. I said 72,000 rupees in how much time? 5 years, 10 years, 15 years? How much time 72,000 rupees? 72,000 രൂപ അത് എത്ര നാൾ കൊണ്ട് നൽകാൻ സാധിക്കും? 5 മാസം അല്ലെങ്കിൽ ഏത് കാലയളവിലാണ് നൽകാൻ സാധിക്കുന്നത്? ഞാൻ ആ ചോദ്യം അവരോട് ചോദിച്ചു. They said, Mr. Gandhi, we can give 20% of India's poorest people 72,000 rupees every year in their bank account. അവർ നൽകിയ മറുപടി ബഹുമാനായ മിസ്റ്റർ ഗാന്ധി, ഇന്ത്യയിലെ 20% വരുന്ന ദരിദ്ര ജനകോടികൾക്ക് പ്രതിവർഷം 72,000 രൂപ നൽകുവാൻ നമുക്ക് സാധിക്കും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സാധിക്കും. In 5 years, 3,60,000 rupees to 5 crore families, 25 crore people. 5 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് 5 കോടി കുടുംബങ്ങൾക്ക് 25 കോടി ഇന്ത്യക്കാർക്ക് 5,60,000 രൂപ 3,60,000 രൂപ നൽകുവാൻ നമുക്ക് സാധിക്കും എന്നാണ് അവർ എനിക്ക് മറുപടി നൽകിയത്. കോൺഗ്രസ് സർജിക്കൽ സ്ട്രൈക്ക് ഓൺ പോവർട്ടി ഓൾസോ കോൾഡ് ന്യായ് യോജന. കോൺഗ്രസിന്റെ ഈ സർജിക്കൽ സ്ട്രൈക്കിന്റെ പേരാണ് ന്യായ് യോജന. You imagine everybody in this country who earns less than 12,000 rupees a month will be given 72,000 rupees a year. നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ രാജ്യത്ത് കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. പ്രതിവർഷം 12,000 പ്രതിമാസം 12,000 രൂപയിൽ താഴെ വരുമാനമുള്ള ജനം, അവർക്ക് പ്രതിവർഷം 70,000 രൂപ ലഭിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. Where will this money come from? It will not come from the middle classes. It will come from people like Mr. Anil Ambani. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ നിന്നാണ് ഈ പണം കടന്നു വരുന്നത്. ഈ പണം കടന്നു വരുന്നത് ഒരിക്കലും ഇന്ത്യയുടെ മധ്യവർഗത്തിൽ നിന്നല്ല. ഈ പണം കടന്നു വരുന്നത് അനിൽ അംബാനിയെ പോലെയുള്ള കോടീശ്വരന്മാരിൽ നിന്നാണ് ഈ പണം കടന്നു വരുന്നത്. Mr. Narendra Modi demonetized India's economy. He took money out of your pockets and put it into Mr. Anil Ambani's pocket. നരേന്ദ്രമോദി ഇന്ത്യയിലെ കറൻസിയെ പിൻവലിച്ചു. നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും ഈ പണം പിടിച്ചെടുത്ത് അനിൽ അംബാനിയുടെ പോക്കറ്റിലേക്ക് നൽകി. ന്യായ് യോജന is going to remonetize Indian economy. Take money from Anil Ambani and put it back in your pocket. ന്യായ് യോജന എന്ന കോൺഗ്രസിന്റെ പദ്ധതി നരേന്ദ്രമോദി ഡിമോണിറ്റൈസേഷൻ ആണെങ്കിൽ ഇത് റീമോണിറ്റൈസേഷൻ ആണ്. അനിൽ അംബാനിയുടെ പോക്കറ്റിലേക്ക് ഇട്ടുകൊടുത്ത പണം തിരികെ പിടിക്കുക എന്നുള്ളതാണ് ന്യായ് പദ്ധതിയുടെ ദൗത്യം. നരേന്ദ്രമോദി took money out of your pockets. You stop buying things, factories stop producing things, unemployment resulted. അനിൽ അംബാനി, നരേന്ദ്രമോദി നമ്മുടെ പോക്കറ്റിൽ നിന്നും പണമെടുത്ത് മാറ്റിയപ്പോൾ നമ്മുടെ വാങ്ങാനുള്ള ശേഷി കുറഞ്ഞു. നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തളർച്ചയുണ്ടായി. രാജ്യത്ത് തൊഴിലില്ലായ്മയുണ്ടായി. Now we are going to put money back in your pocket. You are going to start buying things. Factories will start producing things. Employment will start to happen again. നമ്മളിപ്പോ ആ പണം തിരികെ പിടിക്കാൻ പോവുകയാണ്. അനിൽ അംബാനിയുടെ പോക്കറ്റിൽ നിന്ന് ആ പണം തിരികെ ഇന്ത്യൻ ജനതയ്ക്ക് നൽകുന്നു. നിങ്ങൾക്ക് ഇനി വാങ്ങാൻ കഴിയും. ഇവിടുത്തെ വ്യവസായം വർദ്ധിക്കും. അതുവഴി തൊഴിലവസരങ്ങളും ഈ രാജ്യത്ത് വർദ്ധിക്കും. രാജ്യത്ത് അഭിവൃദ്ധി ഉണ്ടാകും. I want to say a little bit about farmers and fishermen. ഞാൻ ഈ രാജ്യത്തെ കർഷകരെ കുറിച്ചും മത്സ്യത്തൊഴിലാളികളെ കുറിച്ചും കുറച്ച് പറയുവാൻ ആഗ്രഹിക്കുക. Paddy farmers are in distress in general. നെൽകർഷകർ ഇന്ന് കടുത്ത നൈരാശ്യത്തിലാണ്. അവർ വലിയ ബുദ്ധിമുട്ടിലാണ് കേരളത്തിൽ. Floods have devastated their farmlands. പ്രളയം അവരുടെ കൃഷിഭൂമികളെ നാശമാക്കി, കൃഷിഭൂമികളെ കൃഷിയോഗ്യമല്ലാതെയാക്കി. And the type of help that farmers should have got
they have not received. കർഷകർക്ക് ഏത് തരത്തിലുള്ള സഹായമാണോ ആവശ്യമായിരുന്നത് അത്തരം സഹായം ഒരിക്കലും അവർക്ക് ലഭിച്ചില്ല. So we have made a couple of big commitments to farmers across the country. അതുകൊണ്ട് ആലപ്പുഴയിലെ UDF പ്രചാരണ വേദിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ, ഒപ്പം ന്യായ് പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കുവയ്ക്കുന്നത്.